എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമ്മളിതിൽ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അജിനോമോട്ടയോ കളറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഈ ഒരു ചില്ലി ചിക്കൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കിയും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതായത് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാനത് എന്താണെന്ന് വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മുട്ട കൂടി ഈ ഒരു മാരിനേഷൻ്റെ സമയത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ചില്ലി ചിക്കന് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ ടേസ്റ്റും കിട്ടുക. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കൂട്ടി കൊടുത്താലും മതിയാകും. ഇനി ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ചിക്കൻ കിട്ടില്ല. അപ്പോൾ ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് ഒന്നാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഇതിന് വരുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്തൊരു ബാറ്ററാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 1/2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് മാറ്റി മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുക. ഇനി നിങ്ങൾ ഓവർനൈറ്റ്, അതായത് തലേദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ചിക്കൻ പീസ് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല, കുറച്ച് എണ്ണയിലാണ് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഓരോ ചിക്കൻ പീസും ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ചിക്കൻ പീസുകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളറിലെ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ അത് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഇതുപോലെ 2 സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 ഭാഗമാണുള്ളത്. ഒന്ന് പച്ചയും അതുപോലെ തന്നെ വെളുത്തതും. പച്ച ഭാഗം നമുക്ക് അവസാനം ഈ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ള ഭാഗം നമ്മൾ ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 വറ്റൽമുളകാണ്. ഈ ഒരു വറ്റൽമുളക് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഇനി നമ്മൾ കുറച്ച് സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വറ്റൽമുളക് ഇതുപോലെ അരച്ച് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ചില്ലി സോസ് കളർ അധികം ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് അരച്ച് ചേർക്കുന്നത്. ഇനി ഉള്ളി ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ കൂടെ നമ്മൾ ഈ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് സോട്ട് ചെയ്തെടുക്കുന്നത്. വൈറ്റ് ഭാഗം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഗ്രീൻ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഈ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ ഒരു വലിയ കടായി വെച്ചിട്ടുണ്ട്. അടി കട്ടി കുറവുള്ളൊരു കടായി എടുക്കുന്നതാണ് എപ്പോഴും ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ തീ കൂടിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് കാശ്മീരി മുളകാണ്. അപ്പോൾ നല്ല കളർ കിട്ടും, എരിവ് കുറവായിരിക്കും.
അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറ്റിയില്ലെങ്കിൽ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന ഉള്ളി അതുപോലെ തന്നെ ക്യാപ്സിക്കം അതൊന്നും ഒരുപാടങ്ങ് വെന്ത് പോകും. അത് കുറച്ചൊരു പച്ച നമ്മൾ നിലനിർത്തണം. അപ്പോഴാണ് അതിന് കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്, അതായത് കെച്ചപ്പാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കൂടി സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന സോയാ സോസും അതുപോലെ തന്നെ ചില്ലി സോസും ഒക്കെ വളരെ ലൈറ്റായിട്ടുള്ളതാണ്. അപ്പോൾ അധികം കളറും ഇല്ല, അതുപോലെ തന്നെ അധികം കാഠിന്യവും ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് മുളക് പൊടിയും വറ്റൽമുളകും ചേർത്തത്. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മളിനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവി കുറച്ചൊന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നമ്മുടെ ചില്ലി ചിക്കൻ്റെ മസാല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 കപ്പ് വെള്ളം കൂടി കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അതിന് ശേഷം നിങ്ങൾ അത് കുറുകി വരുന്നതനുസരിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് 2 കപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിനൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രേവി ഉള്ളതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രേവി ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ഇത് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ തന്നെ ഇത് തീയിൽ നിന്ന് മാറ്റി വെക്കുക. അത് പച്ചയ്ക്ക് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്